ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഷാപ്പ് സ്റ്റോക്കിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഈയിടെ കളിച്ച കുറച്ച് ഇന്നിങ്സുകളെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മൾ ഇംഗ്ലണ്ടിനേറ്റ് 5 ഇന്നിങ്സ് കളിച്ചു, 28 റൺസാണ് എടുത്തത്. അതിൽ 5 ആവറേജ്. ഏഷ്യ കപ്പിൽ 6 മാച്ച് കളിച്ചിട്ട് 72 റൺസാണ് എടുത്തത്. ഓസ്ട്രേലിയനേറ്റ് 4 മാച്ച് കളിച്ചിട്ട് 84 റൺസ്. ഇപ്പോൾ നമ്മുടെ സൗത്ത് ആഫ്രിക്കനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഇന്നിങ്സിനായിട്ട് 17 റൺസാണ് സൂര്യകുമാർ യാദവിൻ്റെ സമ്പാദ്യം. ഇങ്ങനെ ഫോമില്ലാത്ത ഒരാളെ ക്യാപ്റ്റൻസി കൊടുത്തതിന് ശേഷമാണ് സൂര്യകുമാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയ്ക്ക് എത്തിയത്. 360 എന്ന് പറഞ്ഞ് കളിച്ചായിരുന്ന സൂര്യകുമാർ യാദവ് ഇപ്പോൾ ജസ്റ്റ് 90 ഡിഗ്രി പോലും കളിക്കാത്ത അവസ്ഥയിലാണ്. പവർ പ്ലേ തന്നെ ഔട്ടായി പോവുക. ഗില്ല് പോവുക, തൊട്ടടുത്ത് തന്നെ സൂര്യകുമാർ യാദവും പോവുക. ഇങ്ങനെ കളിച്ചിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, അതിൻ്റെ ഇടയിൽ അതൊരു ട്രോള് കണ്ട് മാഗി ഉണ്ടാക്കുന്ന സമയം മതി സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ ഗില്ലും പുറത്തു പോകാനും. സംഗതി കറക്റ്റാണത്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ട്രോൾ തന്നെയാണ്. 2 മിനിറ്റ് മതിയല്ലോ ഇവർ ക്രീസി വരിക, എന്തെങ്കിലും ഇവർ ക്രീസി വന്നു കഴിഞ്ഞാൽ പോകാനൊന്നും യാതൊരു സമയം വേണ്ട. ഒരു തരത്തിലും ശ്രദ്ധിച്ച് കളിക്കില്ല എന്ന് തന്നെ പറയാം. എഡ്ജ് എടുക്കുക, അതുപോലെ സൂര്യകുമാർ യാദവിൻ്റെ ഷോട്ട് സെലക്ഷനൊക്കെ വളരെ മോശമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോം വെച്ചിട്ടൊന്നും ഒരിക്കലും നമുക്ക് T20 വേൾഡ് കപ്പ് ഒന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം ഏതിലൊരാൾ മാത്രം ഫോമാണ്. ചിലപ്പോൾ തിലക് വർമ്മ മാത്രം ഫോമാവും, ചിലപ്പോൾ ഹാർദിക് പാണ്ഡ്യ മാത്രം ഫോമാവും, ചിലപ്പോൾ അഭിഷേക് ശർമ്മ മാത്രം ഫോമാവും. ഇങ്ങനെയുള്ളൊരു 3-4 പേര് ഫോമായതിൻ്റെ പേരിൽ ജയിച്ചുകൊണ്ട് പോകുന്ന കാരണം കൊണ്ടാണ് ക്യാപ്റ്റൻസി എന്നുള്ളൊരു പദവി ആൾക്ക് നഷ്ടമാകാത്തത്. കാരണം വെച്ചാൽ ജയിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഈ ക്യാപ്റ്റൻ കളിക്കാണ്ട് ടീമിൻ്റെ ബാക്കിൽ കളിച്ച് പെർഫോമൻസിൻ്റെ ബലത്തിൽ മാത്രം ജയിച്ചു പോകുന്ന ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. ഇതിന് മുന്നേ രോഹിത് ഉണ്ടായിരുന്നു, കോഹ്ലി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ക്യാപ്റ്റൻസിയുടെ ഇത് കൊടുത്തതിന് ശേഷവും ഫോമിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളിംഗ് ഒന്നും കണ്ടിട്ടില്ല ക്യാപ്റ്റൻ ആയതിന് ശേഷം. പക്ഷേ സൂര്യകുമാർ ഒറ്റ ഫോർമാറ്റ് മാത്രമേ കളിക്കുന്നുള്ളൂ, T20 മാത്രം. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ബോളിൽ കുറച്ച് റണ്ണ് അടിച്ച് കയറ്റിയാൽ മതി. അത്ര പോലും ശ്രദ്ധിക്കാണ്ട് കളിക്കുന്ന ഒരു ആൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇനി വരാൻ പോണ ഈ വേൾഡ് കപ്പ് അഭിമുഖീകരിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് ക്യാപ്റ്റനും ഈ ക്യാപ്റ്റൻസിയുടെ പേരിലുള്ള എന്താ പറയുക കാട്ടിക്കൂട്ടലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇരുത്തി ചിന്തിക്കണം, ഞാൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നുള്ളത്. സെലക്ടേഴ്സും തീരുമാനിക്കണം, അതുപോലെ തന്നെ കോച്ചും തീരുമാനിക്കണം ഇവൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.